ഇന്ന് ഞാനും മാഡവും കേത്തിയും കൂടെ പുറത്ത് പോകണൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കണേ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണേ. യൂഷ്വലി ഞാനും കേത്തിയും മാഡവും കൂടെ ഒരുമിച്ച് പോകുന്നത് വളരെ ചുരുക്കമാണ്. ഇപ്പം ഞാൻ ഏകദേശം ഇവിടെ വന്നിട്ട് 1 ഇയർ ആകാറായി. ഇതിനകത്ത് രണ്ടാമത്തെ തവണ കേട്ടോ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പോകണേ. കാരണം മാമ ഉള്ളതുകൊണ്ട് ഇതിൽ ഒരാൾക്കാണ് മാഡത്തിൻ്റെ കൂടെ എപ്പോഴും പോകാൻ പറ്റുള്ളൂ പുറത്തോട്ട്. ഇന്നിപ്പോൾ മാമ ഹോസ്പിറ്റലിൽ പോയേക്കാം അബുദാബിയിൽ. അപ്പോൾ മാമയുടെ ഇളയ മോളാണ് കൊണ്ടുപോയേക്കണേ. അപ്പം ഞാൻ ഫ്രീ ആയതുകൊണ്ട് മാഡം ഞങ്ങളെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാട്ടോ. ഇത് ഉമ്മൽ ഖൈനിലുള്ള സിക്കത്ത് ബൈറൂത്ത് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ആണ്. മാഡം തലേ ദിവസം പ്ലാൻ ചെയ്തത് ഷാർജയിൽ പോകാന്നുള്ളതാണ്. പക്ഷേ രാവിലെ ആയപ്പോൾ പുള്ളിക്കാരി പ്ലാനൊക്കെ മാറ്റിയിട്ട് ഉമ്മുൽ ഖൈനിലേക്ക് കൊണ്ടുവന്നു ഞങ്ങളെ രണ്ടുപേരും. ഇപ്പോൾ സിക്കറ്റ് ബൈറൂത്ത് എന്ന് പറയുന്ന പേരൊക്കെ കേട്ടപ്പോഴേക്കും കേത്തിക്ക് വലിയ സന്തോഷം കേട്ടോ. കാരണം ഇവിടെ വരുന്നതിന് മുന്നേ കേത്തി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബെയ്റൂത്തിലായിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, നല്ല വാൾ പെയിൻറ്റിങ്ങും ഇൻറ്റീരിയറും അതുപോലെ തന്നെ എന്താ പറയുക, നല്ലതായിട്ട് വാൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ള നല്ല രസമുള്ളൊരു നല്ല വൈബുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആ ഒരു അറബിക് സോങ് കൂടെ ആയിരുന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് കിടന്നു. അപ്പം മാഡം ആ സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടോ. അറബിക് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ബൊഫേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്കും കേത്തിക്കും വേണ്ടിയുള്ള ഫുഡൊക്കെ എടുത്തു. ചായയൊക്കെ കേത്തിയായിട്ട് എടുത്തത്. ഞാനിങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞ മാതിരി ബൊഫേ ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഈ കൂടുതൽ സോസുകളാണല്ലോ, ഹമൂസ്, ലബൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് തന്നെ ബീട്രൂട്ട് വെച്ചിട്ടും ക്യാരറ്റ് വെച്ചിട്ടൊക്കെ ഉള്ള കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. കുറേ സാലഡുകൾ, സ്വീറ്റ്സ്, പിന്നെ ഫെൽഫിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഫലാഫിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, ചെറിയ ചെറിയ പിസ്സ, സാൻഡ്വിച്ച്, അങ്ങനെ സോസേജ്, പിന്നെ പൊട്ടറ്റോ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പ്ലേറ്റൊക്കെ ഏകദേശം കേത്തി നിറച്ചെടുത്തിട്ടുണ്ട്. മാഡ് ഇത് കണ്ടിട്ട് അന്തം വെച്ചിട്ടുണ്ടാവും മിക്കവാറും. അപ്പോൾ കേത്തി അപ്പോൾ ചോദിക്കണ്ടായിരുന്നു, ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ലേ, കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കേത്തി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫലാഫിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പരിപ്പോടെ മാതിരി ഇരിക്കും. അപ്പോൾ ഇവിടെ ചില ആളുകൾ പരിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ കടല വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ കേസരി മാതിരി റവ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ചെറിയ ചെറിയ സ്നാക്സ് മാതിരി ഇരിക്കുന്നതാണ്, പക്ഷെ എന്നാലും പ്ലേറ്റ് നിറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ ഫലാഫിൽ മാത്രം ഞാൻ 3 എണ്ണം കഴിച്ചിട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിലെ പരിപ്പോടയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ കടല വെച്ചിട്ടാണ് ഉണ്ടാക്കണേ, കുറച്ചുകൂടെ സോഫ്റ്റാണ് അതുകൊണ്ട്. അപ്പോൾ അത് 3 ഞാൻ കഴിച്ചു. ബാക്കിയുള്ളതൊക്കെ കുറേ സമയം എടുത്ത് ഞാനും കേത്തിയൊക്കെ കഴിച്ചു. കാരണം മാഡത്തിന് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. കേത്തിയാണെങ്കിൽ നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം കൊണ്ട് ഞങ്ങളതൊക്കെ കഴിച്ച് തീർത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ ഡെസേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ, സ്വീറ്റ്സ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതിൽ ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. കേത്തി തന്നെയാണ് അതൊക്കെ എടുത്തത്. എന്താ പറയുക, കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, കുക്കീസ് ഉണ്ടായിരുന്നു, ഓറിയോ കേക്ക്, അതുപോലെ വേറൊരു ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള കേക്ക്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ജെല്ലിയൊക്കെ ഉണ്ടായിരുന്നു. കേത്തി ഒരു ജെല്ലിയാണ് എടുത്തത്. ഞാൻ ഓറിയോ ചീസ് കേക്ക് കൊടുത്തു വരണം, ഗ്ലാസ് കേക്കായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഈ ഒരു വാൾ ഡെക്കറേഷനും ഒക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, നല്ല വൈബായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതുമൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു കേട്ടോ. ഞാനും കേത്തി. മാഡത്തിന് നല്ല പേഷ്യൻസാണ്. മാഡത്തിന് ഞങ്ങളായിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഭയങ്കര ക്ഷമയാണ് കേട്ടോ. ശരിക്കും നമുക്ക് അങ്ങനെയൊക്കെ ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് ലക്കാണ്. കാരണം നമുക്ക് പുറമേ നിന്ന് ഇവർ ഫുഡൊക്കെ നമുക്ക് എന്ത് വേണേലും മേടിച്ചു തരും. പക്ഷേ പുറത്ത് കൊണ്ടുപോകാൻ നമുക്ക് ഫുഡ് മേടിച്ചു തരാമെന്നൊക്കെ പറയുന്നത് അങ്ങനെ എല്ലാ ആളുകളും ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മാഡം പാവമാണെന്ന് മാത്രമല്ല, പുള്ളിക്കാരിക്ക് ഭയങ്കര ക്ഷമയാണ്. ഇപ്പം എന്ത് ചെയ്യണമെങ്കിലും നമ്മളുടെ ഒരു ഇഷ്ടവും കൂടെയൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ചെയ്യുക. അപ്പം ഞാനും കേത്തിയും കൂടെ കുറേ നേരം കൂടെ അവിടെയൊക്കെ വീഡിയോസ് എടുത്ത് നടന്നു. അപ്പം പിന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക, ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഊഞ്ഞാൽ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാനും കേത്തിയൊക്കെ കുറേ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാഡം ബില്ലൊക്കെ പേ ചെയ്ത് പുറത്ത് പോയി ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ള ആംബിയൻസ് പോലെ തന്നെ പുറത്തും ഭയങ്കര ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ചെറിയ ചെറിയ കോട്ടേജസ് മാതിരിയുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിവിടെ ഈ വൈകിട്ടാകുമ്പോൾ ശീശ വലിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വരും, അറബികൾ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. അങ്ങനെ ഫാമിലി ആയിട്ടുള്ളവർക്ക് അകത്തിരിക്കാം. അകത്തിരുന്നും ശീശ വലിക്കുന്നവരൊക്കെ ഉണ്ടെന്നാണ് മാഡം പറഞ്ഞത്. മാഡത്തിന് ഇതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ പോയത്. വീട്ടിലേക്ക് സാധനം വാങ്ങാനൊന്നുമല്ല. മാഡം ഇങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ മാഡത്തിന് വേണ്ടുന്ന കുറേ ജ്യൂസും കേക്കും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നു.
അപ്പോൾ ഈ ഒരു മെഷീനൊക്കെ മാഡവും ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനും മാഡവും കേത്തി മാറി മാറി ട്രൈ ചെയ്തു. ഞങ്ങൾ ജ്യൂസൊക്കെ വാങ്ങി അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്കല്ല പോയത്. നമ്മൾ വന്ന വഴിയല്ലാതെ വേറെ എന്താ പറയുക പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്ന് ബീച്ച് സൈഡിൽ കൂടെയുള്ള വഴികളൊക്കെ കാണിച്ചു തന്നിട്ടാട്ടോ മാഡം നമ്മളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയത്. വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം ഉച്ചയായി. എന്താണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനപ്പോൾ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ നിങ്ങളുടെ അടുത്ത് വന്നത്. എപ്പോഴും നമ്മൾ കെയർ ഗിവർ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.